നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളൊരുപാട് കാർഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര സത്യമാണോ, ചിലർക്കൊക്കെ ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിലതൊന്നും എത്ര പ്രാർത്ഥിച്ച് കഴിഞ്ഞാണെങ്കിലും കിട്ടുന്നില്ല, നമുക്ക് ഒരു സക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു പറഞ്ഞ സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ ബൈബിള് കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബൈബിളിൽ ഒരു പോർഷൻ എടുത്തു. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തരും. അതിശക്തനാണ് ദൈവം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നോക്കി നമ്മൾ ഉടനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി നോക്കും. നമ്മളൊരു പ്രാർത്ഥിച്ചവിടെ സമർപ്പിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ക്ലാരിറ്റി, അത് ഏതൊക്കെ വഴിയിൽ എങ്ങോട്ടൊക്കെ കണക്റ്റ് ആവുന്നുണ്ട്, എവിടേക്കൊക്കെ അത് പോകുന്നുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്, ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത് നോക്കാം. പ്രാർത്ഥനയുടെ ശക്തി അതിൽ പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾ തുറക്കപ്പെടും. ചോദിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബൈബിളിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു ബാക്കി വശം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെയാണ് ദൈവം. മകൻ അപ്പം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകന് വേണ്ടി പിതാവ് എന്താണ് കൊടുക്കുക? അപ്പം തന്നെയാണ് കൊടുക്കുക. അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. മക്കൾ നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ ഒരാളും തന്നെ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ക്ലാരിറ്റി ഉണ്ട്, അത് നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കതെന്തായാലും തീർച്ചയായിട്ടും ലഭിക്കും. നമ്മളതിന് പരിശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് ആലോചിച്ച് ഇരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കുറച്ചും കൂടി ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ എന്നോട് ചോദിച്ച ആ ഒരു ഫ്രണ്ടിനോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതിശക്തനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തുറന്നു തരുന്നൊരു ദൈവമാണ് ജീസസ്. അപ്പോൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇവിടെ ജാതിയും മതമൊന്നുമില്ല കേട്ടോ. ഞാൻ ജാതിയും മതമൊന്നുമായിട്ട് കണക്റ്റ് ഇട്ട് പറയുന്നതല്ല. ഞാൻ കുറച്ച് നല്ല ജീവിതത്തിൽ കണക്റ്റ് ആവുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു ജാതിയും ഒരു മതവും ഇല്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോയിൽ കുറച്ച് വെളിച്ചം ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും ഇത് രാവിലെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അത് രാവിലെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിന് കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസമുള്ളത്. നമ്മൾ മറ്റുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കും നിങ്ങൾ. അതുകൊണ്ട് ഞാനിതൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കേ.